പൊതുമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളിലേക്ക് കടന്നു വന്നില്ലേ? നിയമം അനുസരിച്ച് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് KFC ആ കാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ നിക്ഷേപത്തിനകത്ത് ചില കമ്പനികളിൽ ബിസിനസ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും വരാം. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. അത് നിയമവിരുദ്ധമായി നമ്മുടെ ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷനുകളെല്ലാം കേരളത്തിലെ ഒരു നിയമാനുസരണത്തിലല്ല, ഇത് സെൻട്രൽ ആക്റ്റാണ്. സെൻട്രൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ KFCയും എല്ലാ ഫിനാൻഷ്യൽ കോർപ്പറേഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന നിലയിൽ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് അന്ന് നിയമം അത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് സെക്ഷൻ 34-നകത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പം സാധാരണഗതിയിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാം. ഇത്തരം ബിസിനസ്സിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ബിസിനസ്സിനകത്ത് നഷ്ടം സംഭവിച്ച മറ്റ് പല കമ്പനികൾ, യെസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും, നമ്മുടെ പ്രമുഖമായ ബാങ്ക് ഓഫ് ബറോഡ, അതേപോലെ തന്നെ നബാർഡ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് തുടങ്ങി ധാരാളം ബാങ്കുകളെല്ലാം നിക്ഷേപിച്ച ഒരു വലിയ നിക്ഷേപ പദ്ധതിക്കകത്താണ് വന്നത്. അത് നിക്ഷേപിക്കുന്ന സമയത്ത് ഇവർക്ക് റേറ്റിംഗ്, വളരെ ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഉയർന്ന റേറ്റിംഗ് ഉള്ള സ്ഥലത്താണ് സാധാരണഗതിയിൽ 20% പണം ഈ സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഇല്ല KFCക്ക്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനൊരു കാര്യം ചെയ്തിട്ടാണ് അന്ന് ചെയ്തത്. അപ്പോൾ അന്ന് ചെയ്തൊരു കാര്യത്തിനകത്ത് എന്തോ വലിയ മനഃപൂർവ്വമായ, കാരണം ബിസിനസ് ഡിസിഷൻസിനകത്ത് പറ്റുന്ന കാര്യം വരെ ഇത്രയും സ്ഥാപനങ്ങളെല്ലാം ചെയ്തതാണല്ലോ, അതിനകത്ത് മനഃപൂർവ്വമായ ഒരു പ്രശ്നമുണ്ട് എന്ന നിലയിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരാമർശം നടത്തുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ, ബോംബെ ഹൈക്കോടതി കേസ് കിടക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടമായിട്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേസ് നടത്തി നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരത്തെക്കാളും അല്പം കൂടി അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം, ഇതിൻ്റെ പകുതിയോളം നഷ്ടപരിഹാരമായി കിട്ടുന്നതിനുള്ള കേസുകൾ കാര്യം നടക്കുകയാണ്. ഹൈക്കോടതിയിലൊരു കേസ് ഇപ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ പുകമറ നിൽക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ബോർഡ് ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബോർഡ് യോഗം ചെയ്യുന്നതിന് മുമ്പ് ഈ മോണിറ്ററിംഗ്, അതായത് ഈ ലയബിലിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് നിക്ഷേപിക്കുകയായിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്നാണ് നിയമം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റിയാണ് സാധാരണ. ഇൻവെസ്റ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും. ഇതെല്ലാം വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളാണ് ഇത്തരം ഈ ബോർഡിലൊക്കെ ഉള്ളത്. ഇതൊക്കെ KFC ഒക്കെ പൊതുവിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ബോർഡാണ്. ആ ബോർഡ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നു. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ ഈ ഡിബഞ്ചർ മാർക്കറ്റും മറ്റു മാർക്കറ്റും ഒക്കെ ഉണ്ട്. അതിനകത്ത് തീരുമാനം ഓരോ ദിവസം, അല്ലെങ്കിൽ ബോർഡ് തീരുമാനിച്ച ഒരു മാസം എടുത്ത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. തീരുമാനം എടുത്തിട്ട് റാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. വലിയ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ്. ഇവിടെയും സർക്കാർ സ്ഥാപനമായതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെക്കാളും കുറച്ച് ശ്രദ്ധാപൂർവ്വം തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഡിസിഷൻ എടുത്തതിനകത്ത് തെറ്റ് ശരിയൊക്കെ വരാം. അതിനകത്തൊന്നും ഞാൻ പറയുന്നത് ഇപ്പം അവിടെ അല്ലാതെ വേറെ സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ലാഭം കിട്ടിയതിനെയും നഷ്ടം വരത്തില്ല എന്നൊക്കെ പറയാം. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ അന്നത്തെ നിലയിൽ ആ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വേണം. മാത്രമല്ല, ഈ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്, KFCയെ സംബന്ധിച്ച ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർന്നു നിന്നാൽ മാത്രമേ നമുക്ക് അന്ന് 250 കോടിയോ മറ്റും നമ്മൾ ബൊറോ ചെയ്തു, പബ്ലിക്കിൽ നിന്ന് ബൊറോ ചെയ്യുമ്പം ആ പണം എടുക്കണമെങ്കിൽ അതനുസരിച്ച് റേറ്റിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടൂ. ഇങ്ങനെയാണ് ആ കാര്യം എടുത്തത്. അതുകൊണ്ട് അതിനകത്ത് നിയമവിരുദ്ധമായൊരു കാര്യം ആ നടപടിക്രമത്തിലുണ്ടെന്നല്ല ധാരണ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയല്ല ഉള്ളത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പൂർണ്ണമായും കിട്ടണം. ഈ 9,000 കോടി രൂപയാണ് അന്നത്തെ നിക്ഷേപത്തിനകത്ത് ഈ യെസ് ബാങ്ക്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തി 100 കോടി രൂപ നഷ്ടം വരുത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ മറുപടി പറയുകയായിരുന്നു. ചട്ടലംഘനം ഒന്നും നടന്നിട്ടില്ല, സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്, കച്ചവടത്തിന്റെ ഭാഗമായി ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകാം എന്നൊക്കെ വിശദീകരിക്കുകയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ.